പൂരിയും സാമ്പാറുമാണ് ഇന്ന് ഞങ്ങളുടെ രാത്രിയിലത്തെ ഭക്ഷണം. ചപ്പാത്തിയുടെ മാവ് കുഴച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. പെട്ടെന്ന് അതെടുത്ത് ഒരു ചപ്പാത്തിയുടെ മാവ് ഞാൻ 2 ഉരുളയാക്കി അങ്ങനെ എണ്ണയിൽ പെട്ടെന്ന് വറുത്തെടുത്തതാണ്. അന്നല്ല സാമ്പാർ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ്. ഇത്രയും പൂരി കിട്ടിയിട്ടുണ്ട്. 5 ചപ്പാത്തിയുടെ മാവാണ്, നമുക്ക് 10 പൂരിയാക്കി. അപ്പോൾ നമുക്ക് സാമ്പാർ കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ് സാമ്പാർ കൂട്ടി പൂരി കഴിക്കാനായിട്ട്. അപ്പം കഴിക്കാം പൂരിയും സാമ്പാറും. ഉരുളക്കിഴങ്ങ് കറി ബാജിയൊക്കെയാണ് ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ. നമുക്ക് ഇങ്ങനെയും കഴിക്കാം, ഇങ്ങനെയും പൂരി ഉണ്ടാക്കാം, ഇങ്ങനെയും കഴിക്കാം. അപ്പോൾ പെട്ടെന്നുള്ള ആവശ്യത്തിന് ഗസ്റ്റൊക്കെ വരുമ്പോഴും റെസ്റ്റോറൻറ്റുകാരും ഒക്കെയൊക്കെ നല്ല അതിൻ്റെ കറക്റ്റ് ലെവലിലൊക്കെ ഒക്കെ ഉണ്ടാക്കട്ടെ. പൂരി നല്ല സോഫ്റ്റ് ആണല്ലോ, എണ്ണ അത്രയും കൂടെ അകത്താക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ കറികൾക്കൊക്കെ എണ്ണ അങ്ങ് കുറയ്ക്കുക. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയെങ്കിൽ മാത്രമേ നമ്മുടെ എണ്ണ അബ്സോർപ്ഷൻ ഒന്നും കുറയ്ക്കാനൊക്കത്തുള്ളൂ. കുഴപ്പമില്ല, ചെറുപ്പക്കാരൊക്കെ യങ്സ്റ്റേഴ്സൊക്കെ കഴിക്കട്ടെ. ഇച്ചിരി ഏജുള്ളവരൊക്കെ എണ്ണയൊന്ന് കുറയ്ക്കുക. നല്ല ടേസ്റ്റാണ് പൂരിയും സാമ്പാറും കൂടെ. എല്ലാവർക്കും ഇത് രണ്ടും എല്ലാം ഉണ്ടാക്കാൻ അറിയാം. എങ്കിലും ഒരു കോമ്പിനേഷനായിട്ട് കഴിക്കാം. അപ്പോൾ കഴിക്കട്ടെ. ഓക്കെ, ഇന്ന് പൂരി ഉണ്ടാക്കാം. ഇത് ചപ്പാത്തിയുടെ മാവാണ് കുഴച്ച് വെച്ചത്. ബാക്കി പൂരിയും കൂടെ ചുട്ടെടുക്കാം.